ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ സാന്നിധ്യം നൽകുന്ന ആനന്ദത്തെ ഏറ്റുപറഞ്ഞ് ആനന്ദത്തെ ആഗ്രഹിച്ച് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഭുവനി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഭുവനി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. 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 കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. 16 സങ്കീർത്തനം 11 വാക്യം. Psalm 16 verse 11. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. യഥാർത്ഥ ആനന്ദം നാം അനുഭവിക്കുന്നത് അത് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ വഴിയാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തകൻ തിരിച്ചറിയുകയാണ്, യഥാർത്ഥ സന്തോഷം പൊട്ടിപ്പുറപ്പെടുന്നത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോഴാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. 15 നോമ്പിൻ്റെ ഈ നാളുകളിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ മറിയം ഈ ആനന്ദാനുഭവത്തിൽ നമുക്ക് മാതൃകയാണ്. കാരണം അവൾ മിശിഹായെ പേറിയിരുന്നു. അവൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും എങ്ങോട്ടൊക്കെ ഇറങ്ങിയാലും അവൾ ആ സാന്നിധ്യത്തെ വഹിച്ചിരുന്നു. ആ സാന്നിധ്യത്തിൻ്റെ ആനന്ദം അവൾ അനുഭവിച്ചിരുന്നു. ആനന്ദം അവൾ പങ്കുവച്ചിരുന്നു. നമ്മളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് മിശിഹായുടെ വാഹകരാകാനും ആ കൃപയിൽ ആയിരിക്കാനും ആണ്. ജോയ് is one of the first fruits of a heart filled with God. ദൈവം നിറഞ്ഞിട്ടുള്ള, ദൈവാനുഭവം കിട്ടിയിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ആദ്യ ഫലങ്ങളിൽ ഒന്നാണ് ആനന്ദം. നമ്മളിൽ യഥാർത്ഥമായ ആനന്ദമുണ്ടോ എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നത് പോലെ, ഞാൻ നൽകുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റില്ല എന്നവൻ പറഞ്ഞതുപോലെ, മാറ്റമില്ലാത്ത ഒരാനന്ദം. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറിയും മറിഞ്ഞും നിൽക്കുമ്പോഴും ശാശ്വതമായ ഒരു ആനന്ദാനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ആനന്ദം മിശിഹായിക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും നിശബ്ദവും മനോഹരവുമായ സാക്ഷ്യമാണ്. അവർ ജോയ് becomes a silent witness to Christ. ഈശോയെ അറിഞ്ഞവർ ചുറ്റുമുള്ള ലോകത്തിന് നൽകുന്ന നിശബ്ദ സാക്ഷ്യമാണ് ആനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ഹൃദയത്തെ നീ നൽകുന്ന ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. എനിക്കറിയാം ഈശോയെ, മാറ്റമില്ലാത്ത സന്തോഷം എനിക്ക് തരാൻ നിന്നെക്കൊണ്ട് മാത്രമേ ആകൂ എന്ന്. പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ നിന്ന് ഞാൻ പഠിക്കട്ടെ. നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കട്ടെ. നിന്റെ സാന്നിധ്യം പകരുന്ന ആനന്ദത്താൽ ഞാൻ നിറയട്ടെ. ഈ ദിവസം എന്നെ കണ്ടുമുട്ടുന്നവരിലേക്ക് ആനന്ദം ഞാൻ പങ്കുവയ്ക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.